അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. എപ്പോഴാണ് അന്ത്യനാൾ സംഭവിക്കുക? മതവും ശാസ്ത്രവും ഒരുപോലെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. ലോകം അവസാനിക്കുമെന്ന കാര്യത്തിൽ മതത്തിൻ്റെയോ ശാസ്ത്രത്തിൻ്റെയോ സിദ്ധാന്തങ്ങൾക്കിടയിൽ ഇപ്പോൾ വലിയ വൈരുദ്ധ്യങ്ങളില്ല. മരണപ്പെട്ടുപോയ വലിയ ശാസ്ത്രജ്ഞനും ഫിസിസ്റ്റുമായ സ്റ്റീഫൻ ഹോക്കിംഗ് BCC വാർഷിക പ്രഭാഷണത്തിൽ സമർത്ഥിച്ചത് 4 കാര്യങ്ങൾ കൊണ്ട് ഭൂമി ഇല്ലാതെയാവാം എന്നാണ്. ന്യൂക്ലിയർ യുദ്ധം, ആഗോളതാപനം, മനുഷ്യനിർമ്മിത വൈറസുകൾ, റോബോട്ടുകൾ. പ്രസ്തുത 4 കാര്യങ്ങളും മനുഷ്യരുടെ തന്നെ കർമ്മഫലങ്ങളാണ് എന്നത് ശ്രദ്ധേയമാണ്. എന്നാൽ എന്നാണ് അങ്ങനെയൊന്നുണ്ടാവുക എന്നതിന് ചില അവ്യക്തമായ പ്രവചനങ്ങൾ മാറ്റി നിർത്തിയാൽ ശാസ്ത്രത്തിനോ മതത്തിനോ മറുപടിയില്ല. ഇസ്ലാമിക വീക്ഷണമനുസരിച്ച് ഇക്കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. സൂറത്തുൽ ലുഖ്മാനിലൂടെയും ഫുസ്സിലത്ത് സൂറത്തിലൂടെയും സുഹ്റുഫ് സൂറത്തിലൂടെയും അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഖിയാമത്ത് നാളിന് ഇനി അധികം സമയമില്ല എന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ച മുന്നറിയിപ്പുകളിൽ നിന്ന് മനസ്സിലാവുന്നു. അന്ത്യനാളിന്റെ ആമുഖമായി ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതും ചിന്തിപ്പിക്കുന്നതുമാണ്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഭക്ഷണത്തിൻ്റെയും പാനീയത്തിൻ്റെയും വസ്ത്രത്തിൻ്റെയും കാര്യത്തിൽ വ്യത്യസ്ത ഫാഷനുകളും വൈവിധ്യവും പ്രകടമാവുക എന്നത്. ഹദീസിൽ കാണാം, അൻ അബി ഉമാമത്ത് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയകൂനു റിജാലു മിൻ ഉമ്മത്തി യഅകുലൂന അൽവാന ത്വആൻ വയശ്റബൂന അൽവാന ശറാബ് വയുൽബിസൂന അൽവാന ലിബാസ് വയതശദ്ദഖൂന ഫിൽ കലാം ഉലൈക ശിറാറു ഉമ്മത്തി. എൻ്റെ ഉമ്മത്തിൽ നിന്നുള്ള ആളുകൾ നമുക്ക് ശേഷം വരും. യഅകുലൂന, അവർ ഭക്ഷിക്കും, അൽവാന ത്വആം, വിവിധ നിറത്തിലുള്ള ഭക്ഷണങ്ങളെ അവർ ഭക്ഷിക്കും. വയശ്റബൂന അൽവാന ശറാബ്, വിവിധ നിറങ്ങളിലുള്ള പാനീയങ്ങളെ അവർ കുടിക്കും. വയുൽബിസൂന അൽവാന ലിബാസ്, വിവിധ നിറങ്ങളിലുള്ള വസ്ത്രങ്ങളെ അവർ ധരിക്കുകയും ചെയ്യും. വയതശദ്ദഖൂന ഫിൽ കലാം, സംസാരത്തിൽ ആളുകൾ തന്നിലേക്ക് ആകർഷിക്കപ്പെടാൻ വേണ്ടി ഹക്ക്, യാഥാർത്ഥ്യം കൂടാതെ വിശാലമായി അഹങ്കാരം നടിച്ച് സംസാരിക്കുകയും ചെയ്യും. ഉലൈക ശിറാറു ഉമ്മത്തി, അവർ എൻ്റെ സമുദായത്തിൽ വളരെ മോശപ്പെട്ട ആളുകളാണ്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയോഗിക്കുന്നത് അൽവാൻ, അൻവാ തുടങ്ങിയ പദങ്ങളാണ്. വസ്ത്രത്തിലായിരുന്നാലും ഭക്ഷണത്തിലായിരുന്നാലും ഒരു ഇനത്തിൽ തന്നെ എത്ര പെട്ടെന്നാണ് ഫാഷനുകൾ മാറി മാറി വരുന്നത്. ഒരേ വസ്തുക്കൾ കൊണ്ട് തന്നെ എത്രയധികം ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഭക്ഷണം കഴിച്ച് ആളുകൾ തടിച്ചു കൊഴുത്തവരായി മാറും എന്ന് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. കണക്കുകൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തെ 30% ആളുകൾ അധികഭാരം, ഒബീസിറ്റി കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ്. ഇവരിൽ 13% ആളുകൾ അമേരിക്കയിൽ നിന്നുള്ളവരാണ്. ഏറ്റവും കുറവ് ദരിദ്ര രാഷ്ട്രമായ എത്യോപ്യയിൽ നിന്നുള്ളവരും. ഇത്തരം കാര്യങ്ങൾ പഠനം നടത്തുന്നതിന് വേൾഡ് ഒബീസിറ്റി ഫൗണ്ടേഷൻ എന്നൊരു സംഘടന തന്നെ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഭക്ഷണങ്ങളുടെയും പാനീയങ്ങളുടെയും വസ്ത്രങ്ങളുടെയും അടിമകളായി ആ കാലഘട്ടത്തിലുള്ളവർ മാറും. അള്ളാഹുവിനെക്കുറിച്ചോ അന്ത്യദിനത്തിനെക്കുറിച്ചോ ആഖിറത്തിനെക്കുറിച്ചോ അവർക്ക് ഓർമ്മയുണ്ടാവുകയില്ല. ദുനിയാവിലുള്ള സുഖസൗകര്യങ്ങളെ ഒരുമിച്ച് കൂട്ടാനുള്ള ശ്രമത്തിലായിരിക്കും അവർ. ഉലൈക ശിറാറു ഉമ്മത്തി, അവർ എൻ്റെ സമുദായത്തിൽ വളരെ മോശപ്പെട്ട ആളുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്ര വ്യക്തമായി പുലർന്നുകൊണ്ടിരിക്കുന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് ശാസ്ത്ര വളർച്ചയോ വിജ്ഞാന ശൃംഖലയോ വളർന്നിട്ടില്ലാത്ത ഇരുണ്ട യുഗത്തിൽ നിന്ന് ലോകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായും കൃത്യമായും പറയണമെങ്കിൽ അത് ഒരാൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ, മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹു നന്മ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്യട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹ്. നന്മ തോന്നുന്നെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.